നമസ്കാരം. ഞാൻ ധനധരൻ വൈദ്യൻ ഇടുക്കിയാണ്. ഇന്ന് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് അമിത ആർത്തവം എന്ന് പറയുന്നത്. ആർത്തവ കാലഘട്ടത്തിൽ ചില സ്ത്രീകളിൽ കൂടുതൽ രക്തം പോവുകയും ഏറെ ദിവസം അത് നീണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ആർത്തവം അഥവാ അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ. ഈ ആർത്തവ തകരാറുകൾ ഇത്തരം അവസ്ഥ അനുഭവിക്കുന്നവർക്ക് ഒരുപക്ഷെ ആർത്തവ ദിവസങ്ങളിലാകട്ടെ ഓരോ മണിക്കൂർ ഇടവിട്ട് നാപ്കിൻ മാറ്റേണ്ടതായിട്ട് വരുന്നു. സാധാരണഗതിയിൽ ആർത്തവ കാലഘട്ടങ്ങളിൽ 4 മുതൽ 6 വരെയുള്ള ടേബിൾ സ്പൂൺ രക്തമാണ് പുറത്തു പോകാറുള്ളത്. മറ്റ് അന്തസ്രവങ്ങളും കോശങ്ങളും മറ്റും ചേരുമ്പോഴാണ് ഇതിൻ്റെ അളവ് പലപ്പോഴും അത് ഇരട്ടിയായിട്ട് മാറുന്നത്. ഇതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുന്ന കാലഘട്ടത്തിലും ആർത്തവ വിരാമത്തിൻ്റെ ഘട്ടത്തിലും കൂടുതൽ രക്താതിസ്രാവം ഉണ്ടാകാറുണ്ട്. ഗർഭപാത്രത്തിൽ മുഴകൾ, ക്യാൻസർ, അതുപോലെ തന്നെ ഹോർമോണുകൾ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും അത് മാത്രമല്ല ഈ രക്താതിസ്രാവത്തിന് കാരണമാകാറുണ്ട്. ഗർഭനിരോധന മാർഗമായി ഈ ഇൻട്രായൂട്രിൻ ഡിവൈസ് നിക്ഷേപിച്ചവരിൽ അമിത രക്തത്തോടു കൂടിയ ഒരു ആർത്തവ തകരാറുകളും കണ്ടുവരുന്നുണ്ട്. രക്തം, മൂത്രം എന്നിവ പരിശോധിക്കുക, കൂടാതെ ഗർഭപാത്രം, ഹോർമോണുകളുടെ അവസ്ഥ എന്നിവയെക്കുറിച്ചും വ്യക്തമായ പരിശോധന നടത്തുക തന്നെ വേണം. ഇത് ആയുർവേദ വിധിപ്രകാരം ഇതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് അമിത ആർത്തവം ഉള്ളവർക്ക് മിതമായ ആഹാരം, അതുപോലെ തന്നെ വ്യായാമം ഇവ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല എങ്കിൽ തന്നെയും ആർത്തവകാലത്ത് പരിപൂർണമായ വിശ്രമം എടുത്താൽ രക്തസ്രാവം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ മാംസഭക്ഷണം കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അമിതമായ മാംസങ്ങളും, അതായത് മത്സ്യമായാലും മറ്റ് ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ ആയാണെങ്കിലും അതൊക്കെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്, ഉത്തമമാണ്. അതുപോലെ തന്നെ അമിതമായ പുളിയും എരിവും ഉപ്പും എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് ഹിതമാണ്. ചെമ്പരത്തിപ്പൂ വാട്ടിപ്പിഴിഞ്ഞ് നീര്, തേൻ ചേർത്ത് കഴിക്കുന്നത് അമിതമായ ഒരു രക്തസ്രാവം നിർത്തുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ കറുകപ്പുല്ലിൻ്റെ നീര്, അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ നീര് നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അശോകത്തൊലിയിട്ട വെന്ത കഷായം, അശോകം അറിയാലോ, ഈ പൊതുവെ സ്ത്രീകളിലുള്ള ഒരു യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കേസുകളിലൊക്കെ അശോകത്തൊലിയുടെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അശോകത്തൊലിയിട്ട വെന്ത കഷായം, അതുപോലെ തന്നെ ഈ അശോകത്തിൻ്റെ പൂവ് അരച്ച് ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ഇത് അമിതമായ ഒരു രക്തസ്രാവം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആർത്തവചക്രം ക്രമീകരിക്കാനും രക്തസ്രാവം കുറയ്ക്കാനും അശോകാരിഷ്ടം നല്ലതാണ്. തെങ്ങിൻ പൂക്കുല ചേർത്തുണ്ടാക്കുന്ന രസായനങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇത് ഏറ്റവും ഹിതമാണ് ഈ അശോകത്തൊലി ചേർത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയും. മാത്രമല്ല ഒരു 2 ധന്വന്തരം ഗുളിക, നല്ല അരയ്ക്കുന്ന ധന്വന്തരം ഗുളിക ഒരു കാലത്ത് വെറും വയറ്റിൽ ചവച്ചിറക്കി അതിന് മീതെ ഒരു അല്പം തിളപ്പിച്ചാറ്റിയ പശുവും പാല് സേവിക്കുന്നത്. മധുരം കുറച്ച് വേണം പാൽ ഉപയോഗിക്കാൻ. തിളപ്പിച്ചാറ്റിയ പശുവും പാല്, ധന്വന്തരം ഗുളിക 2 എണ്ണം വായിലിട്ട് നന്നായിട്ട് ചവച്ചരച്ച് ഇറക്കിയതിന് ശേഷം അല്പം പശുവും പാല്, ഒരു ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്ത്രീ സംബന്ധമായ രോഗങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം, അത് പുറത്തു പറയാതെയും തന്നിഷ്ടപ്രകാരമുള്ള പല ചികിത്സകൾ നടത്തുകയും അത് വളരെ കോംപ്ലിക്കേഷൻ ആവുകയും ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട്. വൈദ്യനോടോ ഡോക്ടറോടോ വ്യക്തമായ ധാരണ പ്രകാരം തുറന്ന് പറഞ്ഞു വേണം ചികിത്സ നേടാൻ. ഒറ്റമൂലി ചികിത്സകൾ അല്ലെങ്കിൽ നാട്ടുവൈദ്യത്തിൽ അല്ലെങ്കിൽ ആയുർവേദത്തിൽ വീക്ഷിക്കുന്ന ഇത്തരം ഔഷധങ്ങളൊക്കെയും പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈദ്യനിർദ്ദേശാനുസരണം തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആർത്തവ കാലത്തെ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത്. ആധുനിക ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളും എല്ലാം തന്നെ പണ്ടുകാലത്തെ അപേക്ഷിച്ച് ആർത്തവകാല പ്രശ്നങ്ങൾക്ക് ഇന്ന് കാരണമാകാറുണ്ട്. ആർത്തവ ചക്രത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള പല വിഷമതകൾ ആർത്തവം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പ്രത്യക്ഷപ്പെടും. ആർത്തവം തുടങ്ങുന്നതോടുകൂടി ഒരു പരിധിവരെ ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. മിക്കവാറും സ്ത്രീകളിൽ ഈ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെങ്കിലും 40% പ്രശ്നങ്ങൾക്ക് മാത്രമേ ചികിത്സയ്ക്ക് വിധേയമാകേണ്ടതുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളിതിന് ചികിത്സ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ.
ഏകദേശം 100-ലധികം പ്രശ്നങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സ്ത്രീകളിൽ വ്യത്യസ്തമായി കണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ മാനസികമായവ മാത്രമല്ല, ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടും ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകളിലുണ്ട്. ആർത്തവകാല പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ ഇതിനൊരു ഫലപ്രദമായ ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയില്ല. ആർത്തവകാല പ്രശ്നങ്ങളുമായി ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഉത്കണ്ഠ, മറ്റ് മാനസികമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ അധികരിക്കുകയാണെങ്കിൽ അവ കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ് താനും. അത് ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നതനുസരിച്ചുള്ള ഓരോരോ ചികിത്സാ വിധികളാണ് പൊതുവെ നമ്മൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അടിവയറ്റിൽ വേദന, മലബന്ധം, തലവേദന, സ്ഥലങ്ങളിലുണ്ടാകുന്ന വീക്കം, സ്ഥലങ്ങൾ കൂടുതൽ മാർദ്ദവമുള്ളതാവുക, നടുവേദന, ക്ഷീണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, സന്ധികൾക്കും മസിലുകൾക്കും വേദന, അമിതമായ ദാഹം, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണമെന്നുള്ള അല്ലെങ്കിൽ മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നല്, കാലിനും കൈമുട്ടുകൾക്കും നീര് വയ്ക്കുക തുടങ്ങിയവ ആർത്തവകാലത്തെ ശാരീരിക പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ മാനസികമായിട്ട് ഈ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും ഉണ്ടാവുക, മധുരം, അതുപോലെ തന്നെ ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണത്തോട് അമിതമായ ഒരു താല്പര്യം, കരയാനുള്ളൊരു പ്രവണത, അതുപോലെ തന്നെ അസ്വസ്ഥതകൾ, ക്ഷീണം, മാനസിക തകർച്ച, ഉറക്ക കൂടുതൽ, മറവി, ഒരു അക്രമ സ്വഭാവം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഈ ആർത്തവ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇതൊക്കെയും. സ്വയം നിയന്ത്രണത്തിലൂടെ ഒരു പരിധിവരെ ആർത്തവകാല പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നത് തന്നെയാണ്. മാനസിക പിരിമുറുക്കം ഒഴിവാക്കി ശാന്തമായി ഇരിക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മനസ്സെപ്പോഴും, നമ്മുടെ ശരീരം എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. ഉറക്കമില്ലായ്മ ഉള്ളവർ ആർത്തവകാലത്തിന് തൊട്ട് മുമ്പുള്ള 2 ആഴ്ചകളിൽ ആവശ്യത്തിന് വിശ്രമിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് ഉച്ചമയക്കത്തിന് കഴിയുമെങ്കിൽ അത് ഗുണകരമാണ്. അല്പമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ലേശം സമയം ഒന്ന് ഉറങ്ങാനൊക്കെ പറ്റുകയാണെങ്കിൽ ആ ടൈമിൽ 2 ആഴ്ചയ്ക്ക് മുൻപ് ഇത്തരം ഒരു വിശ്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. സ്ഥിരമായിട്ടുള്ള വ്യായാമവും ആർത്തവകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു ഉപാധി തന്നെയാണ്. അശോകത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അശോകത്തിലൂടെ ഒരു പ്രാധാന്യം പറഞ്ഞല്ലോ. ഈ അശോകത്തൊലി ചേർത്തുള്ള അശോകഘൃതം അത് രാവിലെയും രാത്രിയും കിടക്കാൻ നേരത്ത് 1 ടീസ്പൂൺ വീതം സേവിക്കുന്നത് ഈ ആർത്തവ കാലത്തെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ കൈതച്ചക്ക ഏറ്റവും നല്ലതാണ്. പൈനാപ്പിൾ ആകുന്ന കന്നാരൻ ചക്കയോ അങ്ങനെയാണ് കൈതച്ചക്ക എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. കൈതച്ചക്ക ദിവസവും തിന്നുന്നത് ഒരു നല്ലൊരു ശതമാനം ആർത്തവ പ്രശ്നങ്ങൾ അകറ്റുന്നതിന് ഫലപ്രദമാണ്. എന്തായാലും ഇതൊക്കെ ഈ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് നാട്ടുവൈദ്യം, ആയുർവേദം അനുശാസിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരം വിഷയങ്ങളിൽ തീർച്ചയായിട്ടും വളരെ കരുതലോടെ തന്നെയാണ് നിങ്ങൾ ചികിത്സകൾ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. എല്ലാ രോഗങ്ങൾ എന്തെങ്കിലും ഒരു വിഷമതകൾ വരാം, അതിനെല്ലാം അനാവശ്യമായ ഔഷധ പ്രയോഗങ്ങൾ ഒഴിവാക്കി കൃത്യമായ അറിവ് നേടി തന്നെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇനി ആർത്തവുമായി ബന്ധപ്പെട്ട് ആർത്തവ ക്രമക്കേടുകളെക്കുറിച്ച് നമുക്കൊന്നറിയാം. ആർത്തവ ചക്രത്തിനുണ്ടാകുന്ന ക്രമക്കേടുകളാണ് ആർത്തവ ക്രമക്കേടുകൾ എന്ന് പറയുന്നത്. സാധാരണയായി ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് 28 ദിവസത്തിനിടയിലാണ് ആർത്തവം ഉണ്ടാകുന്നത്. വളരെ ചുരുക്കം ചിലരിൽ ഒരു 21 ദിവസം മുതൽ 35 ദിവസം വരെയുള്ള കാലയളവിലും ആർത്തവ ചക്രമുണ്ടാകാം. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ അമിതമായ ഒരു സമ്മർദ്ദങ്ങൾ, അമിതമായ വ്യായാമം, അതുപോലെ ശരീരഭാഗത്തിലുണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗിക്കുന്ന ചില സ്ത്രീകളിൽ, അതുപോലെ ജനനേന്ദ്രിയത്തിലുണ്ടാകുന്ന ട്യൂമർ, അതിൻ്റെ വളർച്ച തുടങ്ങിയവയൊക്കെ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും കേൾക്കുമ്പോൾ അതാണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞ് നമ്മളത് ഓടുകയും ചെയ്യരുത്. അവിടെ മാനസികമായിട്ട് ഒരു തകർച്ച നമ്മൾ നേരിടരുത്. ആർത്തവ ക്രമക്കേടുകൾക്ക് ചില സന്ദർഭങ്ങളിൽ ചികിത്സ ഒരുവിധപ്പെട്ട കേസുകളിൽ നൽകാറില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് കൗമാരക്കാരിലുണ്ടാകുന്ന ക്രമക്കേടുകൾക്ക് ചികിത്സയുടെ ആവശ്യമേ ഇല്ല എന്ന് പക്ഷക്കാരനാണ്. പലപ്പോഴും ചെറിയ തോതിലൊക്കെ വരുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാത്തിനും ചികിത്സ തേടാതിരിക്കുക എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. എന്തെന്നാൽ അവ കാലക്രമേണ പരിഹരിക്കപ്പെടുന്നതാണ്. ആർത്തവ ചക്രം ക്രമമാക്കാൻ ഹോർമോൺ ചികിത്സ നടത്തുന്ന രീതിയുമുണ്ട്. മദ്യവും മയക്കുമരുന്നും ഇതിന് പലപ്പോഴും പൊതുവെ ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകളിലൊക്കെ ഉപയോഗിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഹേതുവാകാറുണ്ട്.
ആർത്തവ ക്രമക്കേടുകൾക്ക് ചികിത്സ പൊതുവെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമാണ് ചികിത്സ തേടുക തന്നെ വേണം. മാനസികമായ സമ്മർദ്ദങ്ങൾ മൂലമുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾക്ക് മരുന്നുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില പുതിയ ഒരു ന്യൂജൻ എന്താ പറയുക സൈക്കോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ തേടുന്നവരുമുണ്ട്. ആർത്തവ ക്രമക്കേടുകളുള്ളവരിൽ ചിലപ്പോഴൊക്കെ ആർത്തവം ഉണ്ടാവാറില്ല. ഉണ്ടായാൽ തന്നെ സാധാരണഗതിയിലായിരിക്കുകയുമില്ല. ഒന്നെങ്കിൽ ഹ്രസ്വമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ചിലപ്പോൾ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. ത്രിഫലാദി ചൂർണം ഇതിന് ഏറ്റവും നല്ലതാണ്. ആയുർവേദ ചികിത്സയിൽ ത്രിഫലാദി ചൂർണം മേടിച്ചിട്ട് 1 ടീസ്പൂൺ വീതം രാത്രി കിടക്കാൻ നേരത്ത് അല്പം ശർക്കര ചേർത്ത്, നല്ല മറയൂർ ശർക്കരയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ശർക്കര ചേർത്ത് സേവിച്ച് കിടക്കുന്നത് ഒരുവിധപ്പെട്ട ആർത്തവ ക്രമക്കേടുകളൊക്കെ ശമിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ആടലോടകത്തിൻ്റെ ഒരു 4-5 ഇല എടുത്തിട്ട് വാട്ടി ഇടിച്ചു പിഴിഞ്ഞ് ഒരു 15 മില്ലി നീര് അതിൻ്റെ എടുക്കണം. എന്നിട്ട് ഒരു 15 മില്ലി നീരെടുത്താൽ ഒരു 15 ഗ്രാം ശർക്കരയും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുന്നത് ഫലപ്രദമാണ്. ഇതൊക്കെ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഒക്കെയുള്ള ചികിത്സാ വിധികൾ തന്നെയാണ്. എപ്പോഴും അറിയാമല്ലോ. എപ്പോഴും ഇത് നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിലൂടെ കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഉടനെ ആ ചികിത്സ തുടങ്ങുകയല്ല വേണ്ടത്. എന്ത് കാര്യങ്ങൾ നമ്മൾ അറിവിലേക്ക് നമ്മൾക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ ആ അറിവുകൾ നല്ല ആയുർവേദ ഡോക്ടർമാരായിട്ടോ നല്ല വൈദ്യന്മാരുമായിട്ടോ ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശാനുസരണം മാത്രം ഔഷധങ്ങൾ ഉപയോഗിക്കുക. ഇനി പൊതുവെ നമ്മൾക്ക് നല്ലൊരു ശതമാനം ആൾക്കാരിലുമുള്ള ഒരു ബുദ്ധിമുട്ടാണ്, സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആർത്തവ വേദന എന്ന് പറയുന്നത്. ആർത്തവത്തിന് തൊട്ടു മുൻപോ അതിനോടൊപ്പമോ വേദന ഉണ്ടാകാം. ആർത്തവം ആരംഭിക്കുന്നത് മുതലുള്ള ആദ്യത്തെ ഒരു 12 മണിക്കൂർ നേരത്താണ് ഈ അമിതമായിട്ടുള്ളൊരു വേദന ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന അധികരിക്കുന്നത്. ചില സന്ദർഭങ്ങളിലാട്ടെ ഈ വേദന കൂടുകയും ഏറെ സമയത്തേക്ക് നീണ്ടു നിൽക്കുകയും ഒക്കെ ചെയ്യാം. ഇതിന് ആയുർവേദത്തിൽ ശരിക്കും ഈ അശോകാരിഷ്ടം, ഞാൻ പറഞ്ഞല്ലോ അശോകത്തുലിയുടെ ഒരു പ്രാധാന്യം വളരെ വലുതാണ് സ്ത്രീ രോഗങ്ങളിൽ. അശോകാരിഷ്ടം ഒരു 30 മില്ലി രാത്രി കിടക്കാൻ നേരത്ത് സേവിക്കുന്നത് ഒരുവിധപ്പെട്ട ആർത്തവ വേദനകളൊക്കെ മാറാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഡേറ്റൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി അതിന് 2 ദിവസം മുമ്പേ അല്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആചരിച്ചു വരുന്നത് ആർത്തവ സംബന്ധമായ വേദനകൾ അകറ്റുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എള്ളും കുരുമുളകും നമ്മൾ ചെറുതിപ്പിലിയും ഈ ചെറുതേക്കിൻ്റെ വേരും കൂടെ ചേർത്തുള്ളൊരു കഷായം, ആ കഷായം ഒരു അല്പം ശർക്കര മേമ്പൊടി ചേർത്ത് പതിവായി രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നത് ആർത്തവ വേദന ഇല്ലാതാക്കും. അതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപ് പതിവായി അല്പം കൈതച്ചക്ക തിന്നുന്നത് ആർത്തവ വേദന ലഘൂകരിക്കാൻ സഹായിക്കും. കൈതച്ചക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുവിധപ്പെട്ട കേസുകൾക്കൊക്കെ നല്ലത് തന്നെയാണ്. ആർത്തവ സമയത്ത് വയറുവേദനയ്ക്ക് നമ്മൾ ഈ സുകുമാരഘൃതം 1 ടീസ്പൂൺ വീതം വൈകിട്ട് മാത്രം പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അറിയാമല്ലോ, തീർച്ചയായിട്ടും ഇതെല്ലാം വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ നിർദ്ദേശാനുസരണം സ്വീകരിക്കേണ്ട ചികിത്സാക്രമങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഉരുത്തിരിയാൻ സാധ്യതയുള്ളത് കൊണ്ടും വിദഗ്ധമായ നിർദ്ദേശാനുസരണം മാത്രമേ ഔഷധങ്ങൾ സേവിക്കാവുള്ളൂ. ഒരു വൈദ്യനെന്ന നിലയിൽ കുറച്ച് ഔഷധങ്ങൾ എനിക്കറിയാവുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയെ കാണിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ഞാൻ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. സ്വീകരിക്കുന്നവർ തീർച്ചയായിട്ടും വിദഗ്ധ വൈദ്യൻ്റെയോ ഡോക്ടറുടെയോ നിർദ്ദേശാനുസരണം സ്വീകരിച്ചു കൊള്ളണം. പഥ്യങ്ങൾ അനുഷ്ഠിക്കേണ്ടവ പദ്യാചരണത്തോടു കൂടി തന്നെ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ സ്ത്രീരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ആർത്തവ ക്രമക്കേടുകളും അതുപോലെ ആർത്തവ സംബന്ധമായ വേദനകളും അതിനോടനുബന്ധിച്ചുള്ള പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഒരു കാര്യം കൂടി പറയുകയാണ്. ആർത്തവ വിരാമം ഏകദേശം ഒരു 12 വയസ്സ് കഴിയുമ്പോൾ ഋതുമതിയാകുന്ന ഒരു 40 വയസ്സോടുകൂടി അണ്ഡാശയത്തിനുള്ള ഹോർമോൺ ഉൽപാദനത്തിനുള്ള കഴിവ് കുറഞ്ഞു വരുന്നുണ്ട്. തുടർന്ന് അണ്ഡോൽപാദനം പൂർണ്ണമായി നിൽക്കുകയും ഈസ്ട്രജൻ എന്ന അണ്ഡാശയ ഹോർമോണിൻ്റെ ഉൽപാദനം നിലയ്ക്കുന്നതാണ് ഈ ആർത്തവ വിരാമത്തിനുള്ള ഒരു പ്രധാന കാരണം. ഈസ്ട്രജനാണ് സ്ത്രീയുടെ പ്രത്യുൽപാദനത്തിനുള്ള കഴിവ് നിയന്ത്രിക്കുന്നതും അവർക്ക് ഒരു സ്ത്രൈണ സ്വഭാവം നൽകുന്നത്, അതിന് കാരണമാകുന്നതും ഈസ്ട്രജനാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ആർത്തവ ചക്രത്തിലുണ്ടാകുന്ന മാറ്റമാണ് ആർത്തവ വിരാമത്തിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത്. പലരിലും അത് വ്യത്യാസപ്പെട്ടിരിക്കാം. കൂടാതെ ചിലരിൽ വളരെ നേരത്തെയും അതല്ലെങ്കിൽ വളരെ വൈകിയും ആർത്തവ വിരാമം ഉണ്ടാകാറുണ്ട്. ചിലരിൽ ആർത്തവ ദിനങ്ങളും രക്തവും ഏറിയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവും.
ഒരു വർഷത്തോളം ആർത്തവം ഉണ്ടാവാതിരുന്നാൽ ആർത്തവ വിരാമമായി എന്ന് മനസ്സിലാക്കാം. ഈ അവസരങ്ങളിൽ സ്ത്രീകളിൽ പ്രകടമായ അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവും. സാധാരണയായി കാണുന്ന മാറ്റങ്ങളൊന്നും പറയുന്നത് സാധാരണ യോനിയിലുണ്ടാകുന്ന വരൾച്ച, ശരീരത്തിനുണ്ടാകുന്ന അമിതമായ ചൂട്, ബലക്ഷയം, ഉറക്കമില്ലായ്മ, തലവേദന, ശരീരഭാരം കൂടുക, അതുപോലെ തന്നെ ഓർമ്മക്കുറവുണ്ടാവുക, എന്താ പറയുക, ഈ ചർമ്മത്തിന് നമ്മുടെ ത്വക്കിനൊക്കെ വരൾച്ച ഉണ്ടാവുക, ഈ മൂത്രാശയ സംബന്ധമായ അസ്വസ്ഥതകൾ, അതിൻ്റെ ലൈംഗികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കണം. ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങൾ വരുമ്പോൾ അതൊക്കെ മഹാമാരികളാണ്, രോഗങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ചികിത്സകൾ തേടാതെ കൃത്യമായ അനുപാതത്തിലുള്ള വൈദ്യനിർദ്ദേശാനുസരണം തേടേണ്ടതാണ്. ശരിക്കും ഇതിന് ആയുർവേദത്തിൽ എന്താ പറയുക, ഈ ലോഹാസവം ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പുനർനവാസവം വളരെ നല്ലതാണ്. ലോഹസിന്ദൂരം, അതുപോലെ തന്നെ മണ്ഡൂരവടകം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ദശമൂല ഹരീതകി ലേഹ്യം, അതുപോലെ തന്നെ ലക്ഷ്മണാരിഷ്ടം തുടങ്ങിയവയൊക്കെ നല്ല വിദഗ്ധ വൈദ്യന്മാരുടെ ഉപദേശാനുസരണം സ്വീകരിക്കുന്നത് വളരെ ഹിതമാണ്. ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത്, നമ്മളിതിൻ്റെ ജീവിത രീതി ആർത്തവ വിരാമശേഷം സ്ത്രീകളിൽ ഈ ശരീരത്തിൻ്റെ ഒരു ഭാരം ചിലരിൽ ക്രമീകരിക്കുന്നതിനായി കൊഴുപ്പ് അധികമടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കി പച്ചക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്തുകയും വേണം. സ്വതവേ ഒരു സ്ഥൂല ശരീരികളാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ, അമിതമായുള്ള ശരീരം അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഉള്ളവരിൽ അയസ്കൃതിയോ യവലോഹ ചൂർണം എന്നീ മരുന്നുകൾ നല്ലതാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് അതുപോലെ ജീവകം ഡിയും ഇയും അവളുടെയൊക്കെ കുറവുകളൊക്കെ സംഭവിക്കാതിരിക്കാൻ നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പാലും ഒക്കെ ഉപയോഗിക്കുന്നത് ആ സമയത്ത് നല്ലതാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് തേണം നമ്മൾ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ. മത്സ്യമാംസാദികളടങ്ങുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശരീരഭാരം ക്രമീകരിക്കുന്നത് നല്ലതാണ്. മാനസികാരോഗ്യം ഇടയ്ക്കിടയ്ക്കൊന്ന് പരീക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ലൈംഗികത സംബന്ധിച്ചുള്ള ഒരു ക്രിയാത്മകമായ ഒരു മനസ്ഥിതി നമ്മൾ ആ സമയത്ത് സ്വീകരിക്കുക തന്നെ വേണം. ഇതെല്ലാം എന്താ പറയുന്നത്, മറ്റുള്ള ഒരു പ്രജനന അവയവങ്ങളെ ബാധിച്ചേക്കാവുന്ന അർബുദം പോലെയുള്ള രോഗങ്ങൾ, ഹൃദ്രോഗം, അസ്ഥിഭംഗം, ഇതൊക്കെ മുൻകൂർ കണ്ടെത്താനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് നടത്തുന്നതൊക്കെ ഈ സമയത്തിന് ശേഷം നല്ലതാണ്. കൊച്ചു കൊച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയുള്ള ഒരു ചെറിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യം കൃത്യമായ അനുപാതത്തിൽ അത് സംരക്ഷിച്ചു കൊള്ളേണ്ടതാവുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ധന്വന്തരൻ വൈദ്യൻ, ഇടുക്കിയാണ്.